വെറും 21 വയസ്സിൽ ചിതറിത്തെറിച്ച അച്ഛന്റെ മാംസത്തുണ്ട് വാരിപ്പിടിച്ച് വീർപ്പടക്കി വിതിമ്പിക്കരയുമ്പോൾ അടുത്തുനിന്ന് തേങ്ങലൊതുക്കിയ 19കാരി പെങ്ങളെ ചേർത്ത് പിടിച്ച് ആ 21 വയസ്സുകാരൻ മനസ്സിൽ ചൊല്ലിയ പ്രതിജ്ഞാവാചകം അവന്റെ മനസ്സിൽ ആഴത്തിൽ ആഴിത്തീയായി ആളിക്കത്തി. അവന്റെ അകക്കണ്ണിൽ നിന്നും പുറംകണ്ണിൽ നിന്നും ചോരകനിയുന്ന ആ തിക്താനുഭവത്തിൽ നിന്നും ആർജവം ചികഞ്ഞെടുത്തു അവൻ. അവിടുന്ന് തുടങ്ങി രാഹുൽ ചരിത്രം വാരിപ്പുണർന്ന് ഇന്ത്യക്കൊപ്പം നടക്കാൻ. കല്ലും മുള്ളും അഗ്നിയും കടന്ന് പേപ്പിടിച്ച പേപ്പട്ടികളുടെ ഇടയിൽ നിന്നും ചവിട്ടിക്കുലുക്കി കുതിച്ചു കയറിയ ആ യുവാവിനെ RSSന്റെ ഉമ്മാക്കി കാട്ടി BJP പേടിപ്പിക്കാൻ നോക്കിയാൽ പുല്ല് വില കൽപ്പിച്ച് പുറത്തേക്ക് വലിച്ചെറിയും അധികാര ദുർബോധങ്ങളെ. നേരെ നിന്നും നെഞ്ചു നിവൃത്തി അവൻ ആക്രോശിച്ച് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ അത്രയും മോദിയുടെ നെഞ്ചകം കീറി തറഞ്ഞു കയറി. ഇന്ത്യയുടെ ഇടനെഞ്ചിൽ ശൂലം കൊണ്ടും ഖഡ്ഗം കൊണ്ടും കീറി മുറിച്ച് തീരാ കളങ്കം തീർത്ത വർഗീയതയുടെ പേക്കൂത്തിൽ രാജ്യം പിടിച്ചടക്കിയ അധമ രാഷ്ട്രീയത്തിന്റെ പേരോ ഭാരതമേ BJP. ദേശസ്നേഹത്തിന്റെ ചരിത്രം പേറുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഓർമ്മയിൽ ഘനീഭവിച്ചു പോയ ആ കട്ടച്ചോരയുടെ കരുത്തിൽ പ്രിയങ്ക സഹോദരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പറയുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന മോദി ഇന്ത്യ വിടുക എന്ന്. ഇതാണ് ഇന്ന് ജനകോടികളുടെ ഖണ്ഡനാളത്തിൽ ഒറ്റ ശബ്ദമായി ഭാരതത്തിൽ അലയടിക്കുന്നത്. മോദി ഇന്ത്യ വിടുക.